ഹലോ, ഞാൻ കവി അനകാസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതായത് ഒരു പച്ചമുളക് തൈ എങ്ങനെ യാതൊരു എക്സ്പെൻസും ഇല്ലാതെ നമുക്ക് നട്ടുപിടിപ്പിച്ച് ഇതുപോലെ കുലയായി പച്ചമുളക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് മാത്രമല്ല കേട്ടോ, വഴുതന, വെണ്ട, തക്കാളി അങ്ങനെ ചെറിയ രീതിയിലുള്ള കൃഷി നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് സമയം നമ്മൾ അതിനായിട്ട് മാറ്റി വയ്ക്കണമെന്ന് മാത്രം കേട്ടോ. എൻ്റെ ചെറുതിലേ തുടങ്ങി എനിക്ക് ഇങ്ങനെയൊക്കെ നട്ടുപിടിപ്പിക്കണത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇങ്ങനെ, എൻ്റെ അച്ഛനായാലും അമ്മയായാലും അനിയത്തിയായാലും എല്ലാവർക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് നേരെ പോകാം. അപ്പം ഞാൻ ഈ ഒരു പച്ചമുളക് നടാനായിട്ട് ഇതുപോലെ ഒരു സിമൻറ്റ് ചാക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചീമക്കൊന്നയുടെ ഇല, ഉണങ്ങിയ കരിയില, പിന്നെ ചാണകപ്പൊടി, എല്ലുപൊടി, പിന്നെ കുറച്ച് സ്യൂഡോമോണസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മാക്സിമം ആ കുത്തി നിറച്ചങ്ങോട്ട് കരിയിൽ ഫില്ല് ചെയ്തു കേട്ടോ ചാക്കിൽ. അതിൻ്റെ അടിയിൽ ഞാൻ ചീമക്കൊന്ന ഇട്ടിട്ടുണ്ട്. വീട് ലെങ്ത് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതൊന്നും കാണിക്കാതിരുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആ കരിയിലയുടെ പുറത്ത് കുറച്ച് മണ്ണിട്ട് കൊടുത്തു. മണ്ണിൽ പലതരത്തിലുള്ള സൂക്ഷ്മ ജീവികളുണ്ട്. അതിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്. നല്ലത് ഈ പച്ചിലയൊക്കെ നല്ലോണം വിഘടിപ്പിച്ച് പെട്ടെന്ന് തന്നെ അത് നല്ലൊരു അടിപൊളി വളമാക്കി എടുത്തോളൂ കേട്ടോ. ഞാൻ സൂഡോമോണസ് അതിലോട്ട് വെറുതെ ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ട്. എല്ലാവരും കുമ്മായി ഇട്ട് പൊളിപ്പ് മാറ്റിയ മണ്ണൊക്കെയാണ് ഉപയോഗിക്കണത്. പക്ഷേ ഞാനത് കുമ്മായി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇവിടുത്തെ മണ്ണിനാണെങ്കിൽ ഒട്ടും തന്നെ വളമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ വളവും ചേർക്കണം. എല്ലുപൊടിയും, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ ചാണകപ്പൊടി. അപ്പം ഞാൻ ചാക്ക് എടുത്തു, അതിലോട്ട് ചീമക്കൊന്നയുടെ ഇലയിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്തു. അതിനുശേഷം ഉണങ്ങിയ കരിയിലിട്ട് കുത്തി നിറച്ചിട്ടു. അതിനുശേഷം കുറച്ച് മണ്ണിട്ട്, പിന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുത്തു, കുറച്ച് സുഡോമോണസ് ഇട്ട് കൊടുത്തു. അങ്ങനെ ആ ചാക്ക് ഞാൻ കുത്തി നിറച്ച് ഫുള്ളാക്കി എടുത്തു കേട്ടോ. അപ്പം ഞാൻ കൂടുതലെടുത്തത് ഉണങ്ങിയ കരിയിലയും പിന്നെ നമ്മുടെ ചീമക്കൊന്നയുടെ ഇലയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതാണ് കേട്ടോ നടാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഇത്തിരി വളർന്നു പോയി, ഞാൻ പാകി വെച്ചിരുന്നതാണ്. 1-2 ഞാൻ ആദ്യമേ പറിച്ച് നട്ടിട്ട് പിന്നെ അവസാനം ഉണ്ടായതാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ഓർത്തന്ന് ഇത് നടുമ്പോഴത്തേനൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ഇത് യൂസ്ഫുള്ളായെന്ന് എനിക്കറിയില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കണത്. ആ വീഡിയോ എടുക്കാൻ പറ്റിയ സംഭവ സാമഗ്രികളൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് ക്യാമറ വെച്ചത് കേട്ടോ. എന്നാലും പരമാവധി ഞാൻ എന്നെക്കൊണ്ട് പറ്റണ പോലെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളിത് പിടിച്ച ഒരു 15 ദിവസത്തിന് ശേഷം മാത്രം ഞാൻ വളം കൊടുക്കുള്ളൂ കേട്ടോ. അത് ഞാനത് കടയിൽ നിന്നൊന്നും വാങ്ങിച്ച് അങ്ങനെ കൊടുക്കാറില്ല. നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ വേസ്റ്റ് ഞാൻ മിക്സിയിലിട്ട് അടിച്ച് പുളിപ്പിച്ച് അതിൽ നിന്ന് നമ്മൾ എടുക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് ഞാൻ ഇവർക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ കപ്പലണ്ടി പിണ്ണാക്ക് വാങ്ങിച്ച് പുളിപ്പിച്ച് ആഴ്ചയിൽ ഒരു അത് കൊടുക്കാറുണ്ട് കേട്ടോ. സൂഡോമോണസ് കലക്കി വെള്ളത്തിലൊഴിച്ച് കലക്കി നമുക്ക് ഇതിനൊഴിച്ചു കൊടുക്കണം, നല്ലതാണ്. പിന്നെ ഞാൻ പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.